അൻവർ ഇത്രയും 20,000-നടുത്ത് വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ്. അങ്ങനെ വെറുതെ എഴുതി തള്ളാൻ കഴിയില്ല എന്ന് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മളോട് പറയുന്നുണ്ട്. അപ്പം ഇന്നലെ തന്നെ KPCC അധ്യക്ഷന്റെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടു. താങ്കൾക്ക് എന്ന് തോന്നുന്നു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ആകുന്ന സമയത്ത് UDF-ന്റെ ഭാഗമായി PV അൻവർ ഉണ്ടാകുമോ? അതിനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? എനിക്കറിയാം പലതരത്തിലുള്ള ആരോപണങ്ങൾ, വ്യക്തിപരമായ ആരോപണങ്ങൾ താങ്കൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് PV അൻവർ. ഇനി അങ്ങോട്ട് സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? ഞാനതിൽ വളരെ തീർത്ത് ഒരു കാര്യം പറഞ്ഞ ഒന്ന്, PV അൻവർ UDF-ലേക്ക് വരുന്നുണ്ടോ, PV അൻവറിനെ UDF-ലേക്ക് എടുക്കണോ എന്ന് തീരുമാനിക്കേണ്ട ആൾ ഞാനല്ല. അത് എൻ്റെ പാർട്ടിയാണ്, UDF-ൻ്റെ നേതൃത്വമാണ്. അവരാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരിധിയിൽപ്പെട്ട ഒരു വിഷയമല്ല. രണ്ട്, അൻവർ എന്നെക്കുറിച്ച് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ചു, വിമർശനങ്ങൾ ഉന്നയിച്ചു എന്ന് പറയുന്നു. ശരിയാണ്, വിമർശനങ്ങൾ ഉന്നയിച്ചു. അത് അദ്ദേഹം ഒരു 100 പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 75 പത്രസമ്മേളനത്തിലും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആദ്യം മുതലേ അതിനോടെടുത്തൊരു സമീപനം നിങ്ങൾക്കറിയാം. അത് എൻ്റെ ഒരു നിലപാടാണ്. വ്യക്തിപരമായ പരാമർശങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ താങ്കളുടെ പ്രതികരണങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം കേൾക്കുകയാണ്. വ്യക്തിപരമായ വിമർശനങ്ങൾക്കൊന്നും താങ്കൾ മറുപടി പറഞ്ഞില്ല. അതെല്ലാം UDF നേതൃത്വം പറയട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഇന്നലത്തെ PV അൻവറിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം ഒന്ന് അയയാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നിലമ്പൂരിന്റെ നിയുക്ത MLA ആണ്, നാളെ മണ്ഡലത്തിന്റെ നായകനാണ് താങ്കൾ. അപ്പോൾ താങ്കൾ ഇടപെട്ട് അങ്ങനെ ഒരു ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുമോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ല അതിലിടപെടേണ്ടത് പാർട്ടി നേതൃത്വമാണ്. പാർട്ടി നേതൃത്വത്തിന്, UDF നേതൃത്വത്തിന് വളരെ കൃത്യമായ കാഴ്ചപ്പാട് അതിലുണ്ട്. വളരെ കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ അവർക്കറിയാം. അവരാണ് അത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടത്. ഞാനല്ല അതിന് നേതൃത്വം കൊടുക്കേണ്ടത് പാർട്ടിയാണ്. കാരണം UDF എന്ന് പറയുന്ന ഒരു വലിയ സഖ്യത്തിലേക്ക് എടുക്കണം അല്ലെങ്കിൽ എടുക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ പരിധിയിൽപ്പെടുന്ന വിഷയമേ അല്ലാതെ. ശരി, വളരെയധികം നന്ദി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ, ആശംസകൾ. നമുക്കറിയാം നിലമ്പൂരിൽ കുറേ, താങ്കൾ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി കുറേ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. നിലമ്പൂരിലെ സാധാരണക്കാരുടെ വന്യമൃഗ ശല്യം മുതൽ കുറേ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം കാണാൻ MLA എന്ന നിലയ്ക്ക് താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി നമ്മളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു.